പ്രതിഭ, ഇന്ന് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് കൂടുതൽ വാചാലരാകുന്ന ആൾക്കാരാണ്. എന്നാൽ ഒരുപാട് നാൾ മുന്നേ തന്നെ നാരീശക്തി അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എങ്കിൽ പോലും സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ ധീരയായ വനിതകൾ ഭാരതത്തിന് ഉണ്ടായിരുന്നു എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ധീര വനിതകളുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കൂടി ചരിത്രമാണ്. ഝാൻസി റാണിയും സരോജിനി നായിഡുവും ഉൾപ്പെടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നൂറുകണക്കിന് ധീര വനിതകളുടെ കഥ, ആ സമരഗാഥകളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രം ധീരദേശാഭിമാനികളായ സ്ത്രീകളുടെ ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും ധീരതയുടെയും കഥകൾ നിറഞ്ഞതാണ്. പുരുഷന്മാരുമായി തോളോട് തോൾ ചേർന്നും ഒറ്റയാളായും പോരാടിയ നൂറുകണക്കിന് സ്ത്രീകൾ ചരിത്രത്തിൽ ഉണ്ടെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ചൈതന്യത്തോടെയും തളരാത്ത ധൈര്യത്തോടെയും അർപ്പണബോധത്തോടെയും സഹനത്തോടെയും അവർ പോരാടി. സ്വാതന്ത്ര്യ സമരത്തിലും ഭാരതത്തിന്റെ ദേശീയ ഉണർവിലും സ്ത്രീകളുടെ പങ്കാളിത്തം അവിശ്വസനീയവും പ്രശംസനീയവുമാണ്. സ്വതന്ത്ര പോരാട്ടത്തിന് തുടക്കം കുറിച്ച 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒറ്റയ്ക്ക് പടപൊരുതിയ ഝാൻസിയിലെ രാജ്ഞി റാണി ലക്ഷ്മിഭായി ധീരതയുടെയും വീര്യത്തിന്റെയും പ്രതീകമായി മാറി. സ്വാതന്ത്ര്യ സമരത്തിലെ സേനാനികളിൽ സ്ത്രീശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയ്ക്ക് ഇളക്കം തട്ടിയ 1857 ഇന്ത്യൻ കലാപത്തിൽ റാണി ലക്ഷ്മിഭായിയുടെ നിർണായക പങ്ക് ചരിത്രത്തിൽ മായാതെ നിൽക്കുന്നു. 1857 കലാപത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച മറ്റൊരു വനിതയായിരുന്നു ഉത്തർപ്രദേശിലെ ഫൈസാബാദിൽ ജനിച്ച ബീഗം ഹസ്രത് മഹൽ. മഹാരാഷ്ട്രയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പടപൊരുതിയ ബീഗം ഹസ്രത് മഹലിന്റെ ധീരതയും നേതൃത്വവും പലരെയും പ്രചോദിപ്പിച്ചു. ഇന്ത്യയുടെ നൈറ്റിംഗൽ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റൊരമരക്കാരി. ഇന്ത്യയുടെ ആദ്യ വനിതാ ഗവർണർ എന്നതിലുപരി കവയത്രിയും വാഗ്മിയും ആക്ടിവിസ്റ്റുമായി സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി ആദ്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. സരോജിനി നായിഡുവിന്റെ വാക്ചാതുര്യവും നേതൃത്വവും വനിതാ പ്രവർത്തകരെ ആവേശഭരിതരാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1907 സ്റ്റാർഗാട്ടിൽ നടന്ന ഒരു അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യ പതിപ്പ് ഉയർത്തിയതിലൂടെയാണ് എഴുത്തുകാരിയായ ഭിക്കാജി കാമ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സ്വാധീനമുള്ള വ്യക്തിയായി മാറിയത്. നാടുകടത്താൻ നിർബന്ധിതയായ കാമ തന്റെ രചനകളിലൂടെയും ആക്ടിവിസത്തിലൂടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായ പോരാട്ടം തുടർന്നു. മഹാത്മാഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക പങ്ക് വഹിച്ച വനിതകളിൽ ഒരാളാണ്. മഹാത്മാഗാന്ധി സമരത്തിന്റെ മുൻനിരയിലായിരുന്നപ്പോൾ കസ്തൂർബ നിയമലംഘന പ്രസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങളിലും സജീവമായി പങ്കെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പതാക ഉയർത്തിയതിന് പ്രശസ്തയായ അരുണ ആസഫ് അലി മറ്റൊരു നിർഭയ നേതാവായി വേറിട്ടു നിൽക്കുന്നു. അടിച്ചമർത്തലിന്റെ സമരമുഖത്തും സധൈര്യം പോരാട്ടം തുടരാൻ അരുണ ആസിഫ് അലി പലർക്കും പ്രചോദനമായി. രാഷ്ട്രത്തിനായുള്ള അവരുടെ സേവനത്തിന് പിന്നീട് ഭാരത് രത്ന ലഭിച്ചു. കാലങ്ങളേറെ കടന്നിട്ടും ഇന്നും ആ ധീരവനിതകളുടെ സമരഗാഥകൾ ഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ വനിതാ ദേശാഭിമാനികളുടെ ധീരതയും ത്യാഗവും ഭാരതത്തിലെ സ്ത്രീശക്തിയുടെ പ്രതിരോധശേഷിയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.